അടുത്തിരുന്ന ആളെ കണ്ടതും അവൾ ഭയന്ന് വിറച്ചു. കോളേജിലെ റൗഡിയായ കിഷോറായിരുന്നു. സകല അലമ്പത്രവും അവന്റെ കയ്യിലുണ്ട്. നന്ദ പെട്ടെന്ന് എണീറ്റ് പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയതും അവൻ അവളുടെ കൈകൾ പിടിത്തുമിട്ടു. അതെന്ത് പോക്കാമോളെ, ചേട്ടൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടില്ലേ, കൈവിടും. നന്ദ ദേഷ്യത്തോടെ പറഞ്ഞു. വിടാനല്ലല്ലോ ഞാൻ പിടിച്ചത്, കുറച്ചു കഴിഞ്ഞ് വിടാം, നോളുവാ ഇടവന്നിരിക്കും. ഒരു ചേറ് ചൂടി കിഷോർ പറഞ്ഞു. അവൾ ഊക്കോടെ കൈവലിച്ച് മാറ്റി ഡോർ ഭാഗത്ത് പോയി. അത് ലോക്കായിരുന്നു. അവൾ ഞെട്ടലോടെ അവനെ നോക്കി. കഥ ഓർക്കാൻ പോലും കിഷോർ അവളുടെ കൈകൾ പിടിച്ചു വെച്ചു. അത് തുറക്കാം, സമയാവട്ടെ. നന്ദ അലറി വിളിക്കാൻ പോലും അവനവിടെ വാ നിർത്തിപ്പിടിച്ചു. കുറച്ചേരം കഴിഞ്ഞു വാതിൽ കുട്ടിയായിട്ടത്. കിഷോർ ഒരു പുൻസിരിയോട് മുടിയിൽ കൈകൾ കോർത്ത് വലിച്ച് ഷർട്ടിന്റെ 2 ബട്ടൺസ് ഒന്ന് അവൾ നോക്കി കണ്ണുനോക്കി കാണിച്ച ശേഷം കഥക് തുറന്നു. നന്ദ എല്ലാം കണ്ട് പകച്ചു നിന്നു. ഡോർ തുറന്നു. കണ്ട കാഴ്ചയിൽ നന്ദ ഞെട്ടിത്തരിച്ചു. കോളേജിലെ സാറുമാരും കുറെ സ്റ്റുഡൻസും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ? പ്രിൻസിപ്പൽ അലറി ചോദിച്ചു. രാവിലെ വീട്ടിൽ നിന്ന് ഒരുങ്ങിക്കേണ്ടി വരും, ബാക്കിയുള്ള പിള്ളേരും കൂടി വഴിയെത്തിക്കാം. നിനക്ക് കോളേജിൽ മാത്രമേ നിനക്ക് സ്ഥലം കിട്ടിയുള്ളൂ, അതെങ്ങനെ നല്ല അച്ഛനൊക്കെ പറക്കണം. പൂജ വെറുപ്പോടെ നന്ദയെ കുത്തിപ്പിടിച്ചെന്ന് പറഞ്ഞു. ഞാനൊരു തെറ്റും ചെയ്ത മാഡം. പിന്നെ എങ്ങനെയാടി നീ ഇതിനകത്ത് വന്നേ? രണ്ടുപേരും അകത്ത് എന്തൊക്കെയായിരുന്നു? കിഷോർ പറ. നന്ദുവിനെ എന്നെ കാണുമെന്ന് പറഞ്ഞിട്ടാ ഞാൻ ഇവിടേക്ക് വന്നു. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് മാഡം. ഹേയ് അല്ല, ചുമ്മാ പറയുക, ഇതൊന്നും സത്യമല്ല. നന്ദു കണ്ണീരോടെ പറഞ്ഞു. കൺമുമ്പിൽ കണ്ടതിനേക്കാൾ എന്ത് തെളിവ് വേണം? ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും സത്യം മനസ്സിലായി. ക്ലാസ് ടൈമിൽ കാമുകനും കൂടി പ്രണയസല്ലാപം. കോളേജിന്റെ പേര് ചീത്തയാക്കാൻ നിന്നെപ്പോലുള്ളവർ തന്നെ ധാരാളം. പൂജ അത് പറഞ്ഞു. നന്ദ പൊട്ടിക്കരഞ്ഞു. ആരോമലിനൊന്നും വിശ്വസിക്കാൻ സാധിച്ചില്ല. ബോത്ത് ഓഫ് യു കം ടു മൈ ക്യാബിൻ. പ്രിൻസിപ്പൾ അതും പറഞ്ഞ് തന്റെ ക്യാബിനിലേക്ക് പോയി. കിഷോറിനെയും നന്ദയും കോളേജിൽ നിന്ന് 2 ആഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തു. പ്രിൻസിപ്പൽ ക്യാബിന് പുറത്തിറങ്ങിയത് പിള്ളേരുടെ എല്ലാം അർത്ഥം വെച്ചുള്ള നോട്ടം നന്ദയിൽ വല്ലാത്ത വീർപ്പുമുട്ടൽ സൃഷ്ടിച്ചു. ഇടറുന്ന കാലുകളാൽ അവൾ പുറത്തേക്ക് നടന്നു. നന്ദ നിൽക്കടി, അമ്മു നന്ദയുടെ തോളിലായി പിടിച്ച് പറഞ്ഞു. നന്ദ അമ്മുവിന്റെ കൈകൾ തട്ടിമാറ്റി റോഡിലേക്ക് ഇറങ്ങി. വണ്ടികൾ പാഞ്ഞു വരുന്ന റോഡിലൂടെ അവൾ നടന്നു. അമ്മു അവളുടെ പിറകിലായി പോയി. റോഡ് ക്രോസ് ചെയ്യാൻ നേരം ഒരു വണ്ടി അവൾ ഇടിക്കാനായി വന്നു. നന്ദ എന്ന് പറഞ്ഞ് അമ്മു അലറി. രക്ഷാകവചം പോലെ ഒരു കൈകൾ നന്ദയുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് മറു സൈഡിലേക്ക് മാറ്റി നിർത്തി അവളുടെ കവിളിൽ ആഞ്ഞടിച്ചു. പെട്ടെന്ന് നന്ദ അയാളുടെ കയ്യിലേക്ക് ഉഴഞ്ഞു വീണു. അമ്മു റോഡിലെ മറുവശത്ത് നോക്കിയപ്പോൾ കാണുന്നു ആരോമലിന്റെ കയ്യിൽ തളർന്നു കിടക്കുന്ന നന്ദയെയാണ്. അവൾ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോയി. നന്ദ നന്ദ. ആരോമൽ നന്ദയുടെ കവിളിൽ തട്ടി വിളിച്ചെങ്കിലും അവൾ എഴുന്നേറ്റില്ല. മോളെ ഡി സാറിന്റെ നന്ദ. അമ്മു നന്ദയെ കുലുക്കി വിളിച്ചു. അമൃത തന്റെ ഓട്ടോ വിളിക്കും പെട്ടെന്ന്. അമൃത പെട്ടെന്ന് അതുവഴി പോയൊരു ഓട്ടോ കൈ കാണിച്ചു. ആരോമൽ നന്ദയെ കൈകൾ കോരിയിട്ട് വണ്ടിയിലേക്ക് കയറി. അമ്മുവും കയറിയതും ഓട്ടോ അടുത്തുള്ള ഏത് ഹോസ്പിറ്റലിലേക്ക് പോയി. അമ്മ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയതും ആരോമൽ നന്ദയെ കൈകളിലെടുത്ത് ആശുപത്രിയിലേക്ക് കയറി. പെട്ടെന്ന് അവൾ ക്യാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയി. ഡ്യൂട്ടി ഡോക്ടറെ പരിശോധിച്ചു. അമ്മു ആരോമൽ ടെൻഷനോടെ കോറിഡോറിലായി നിന്നു. ഡോക്ടർ നന്ദയ്ക്ക് എങ്ങനെയുണ്ട്? ഡോക്ടർ പുറത്തിറങ്ങിയതും ആരോമൽ ചോദിച്ചു. കുട്ടിക്ക് BP വിടുന്നത് ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. ആ കുട്ടിയുടെ ശരീരം നീക്കാനും ഒന്നും കഴിക്കില്ലേ? എന്തായാലും എഴുന്നേൽക്കുമ്പോൾ നല്ലപോലെ ആഹാരം കൊടുക്കണം. അതും പറഞ്ഞ് ഡോക്ടർ പോയി. ഡോക്ടർ പോയതും രണ്ടുപേരും അകത്തേക്ക് കയറി. നന്ദയെ കണ്ടു. അവിടെ വാടിത്തളർന്ന് മുഖമിടുന്നു. ആരോമലും നെഞ്ചിയായി നീട്ടിട്ട് വന്നു. അമ്മ പോയി ബെഡിനടുത്തായിരുന്ന കസേരയിലേക്ക് ഇരുന്നു. നന്ദയുടെ തലയിലായി തലോടി. ഞാൻ ക്യാൻറ്റീൻ പോയി ഫുഡ് വാങ്ങി വരാം. ആരോമൽ പറഞ്ഞു. അമ്മ തലയാട്ടി കാണിച്ചു. സിസ്റ്റർ ഈ മരുന്നിനെ കണ്ടിന്യൂ ചെയ്തോ? കൂടെയുള്ള നേഴ്സിനെ നോക്കി ആദ്യം പറഞ്ഞു. നേരെ നോക്കിയതും കാണുന്നു ഒരു റൂമിലേക്ക് അവർ പോകുന്ന ആരോമലിനെയാണ്. ആരോമലല്ലേ അത്? ഇന്നേ കോളേജിൽ വന്നാണോ? പിന്നെന്താ ഇവിടെ? അത് ആലോചിച്ച് ആദ്യം കൂടെയുള്ള നേഴ്സിനെ പറഞ്ഞു വിട്ടു. ആരോമൽ കയറിപ്പോ റൂമിലേക്ക് നോക്കി. അവിടെ കട്ടിലിൽ ട്രിപ്പിട്ട് എടുത്തിരിക്കുന്ന നന്ദയ്ക്ക് അവൻ ഞെട്ടി. ദേവ അവൾക്ക് എന്ത് പറ്റി? അപ്പോഴാണ് നേഴ്സ് അതുവഴി പാസ് ചെയ്തു. BP ലോയതാ ഡോക്ടർ. ഡോക്ടർക്ക് അറിയുന്ന കുട്ടിയാണോ? അറിയാം. ആ കുട്ടി ആഹാരം ഒന്നും കഴിക്കില്ലെന്ന് തോന്നുന്നു. ബോഡി ആകെ വീക്കാണ്. അതിനാദ്യം അമർത്തിമുള്ള അവരെ പറഞ്ഞു വിട്ടു. അവർ മാസ്ക് എടുത്തിട്ട് നന്ദ കിടക്കുന്ന റൂമിലേക്ക് കയറി. എഴുന്നേറ്റില്ല അല്ലേ? ഇല്ല ഡോക്ടർ. ആദ്യം അവളുടെ പൾസ് പരിശോധിച്ച് നോക്കി. അവളുടെ കവിളിലായി നോക്കിയത് അടികൊണ്ട് ചുമന്നെടുക്കുന്ന പാടുണ്ടതും ആദ്യം ദേഷ്യം കൊണ്ട് വിറച്ച്. റൂമിൽ ആളുകൾ നിൽക്കുന്നതുകൊണ്ട് അവൻ ദേഷ്യം നിയന്ത്രിച്ചു നിന്നു. എഴുന്നേൽക്കുമ്പോൾ അറിയിക്കണം. ശരി ഡോക്ടർ. ആദ്യം നന്ദയെ ഒന്നുകൂടി നോക്കി പുറത്തേക്ക് പോയി. ആദ്യം പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് ഒരു നമ്പറിൽ നിന്ന് കുറെ മിസ് കോൾ എടുക്കുന്ന കണ്ടത്. സൈലന്റ് ആയതിനാൽ അവൻ കോൾ കണ്ടില്ല. അവൻ പെട്ടെന്ന് ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. ഹലോ സർ, ഞാൻ സാറിന് എത്രയേറെ ട്രൈ ചെയ്യുന്നു. ദേവനന്ദ മാഡത്തിന് കോളേജിൽ സസ്പെൻഡ് ചെയ്തു. കോളേജിലെ നന്ദയുടെ കാര്യങ്ങളെല്ലാം അറിയിക്കാൻ വേണ്ടി ആദ്യം ഒരു സ്റ്റാഫിനെ നിയമിച്ചിട്ടുണ്ട്.
സസ്പെൻഷനോ? എന്തിന്? ആദ്യം ഞെട്ടലോട് ചോദിച്ചു. മറുവശത്തുള്ള കോളേജിലുണ്ടായ സംഭവങ്ങളെല്ലാം വിശദമായി പറഞ്ഞു കൊടുത്തു. എല്ലാം കേൾക്കെ ആദ്യ ദേഷ്യം കൊണ്ട് വിറച്ചു. ദേവ ആരെങ്കിലും തല്ലിയോ? അയാൾ പറഞ്ഞിരുന്നു. ആദ്യ ചോദിച്ചു. ഇല്ല സർ, മേടത്താരും തല്ലിയില്ല. അതിന് ആദ്യം ഒന്ന് അമർത്തിയുമില്ല. ഇന്നത്തെ CCTV വിഷ്വൽസ് എല്ലാം ഉടൻ തന്നെ എന്റെ ഗൂഗിൾ ഡ്രൈവിലേക്ക് ഷെയർ ചെയ്യണം. ഓക്കെ സർ. ഫോൺ വെച്ചതും ആദ്യ ദേഷ്യത്തോടെ മുഷ്ടിയുട്ടി ഭിത്തിയിലേക്ക് ആഞ്ഞിടിച്ചു. കട്ടിലിൽ തളർന്നിടക്കുന്ന ദേവയുടെ മുഖം മനസ്സിലേക്ക് വന്നു. അവന്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. പൂജാൻ കിഷോർ. അവന്റെ ചുണ്ടുകൾക്കിടയിൽ ആ പേരുകൾ ഞെരിഞ്ഞമർന്നു. രാവിലെ പൂജയെ തന്റെ ക്യാബിലേക്ക് വിളിച്ച സംഭവം ആദ്യം ഓർത്തു. എന്താ ആദ്യേട്ടാ എന്നെ വിളിച്ചേ? ഒരു പുൻസിരിയോടെ ആദ്യയുടെ ക്യാബിലേക്ക് കയറി വന്ന് പൂജ ചോദിച്ചു. കോളേജ് MDയുടെ ക്യാബിലേക്ക് കയറി വരുമ്പോൾ കാണിക്കേണ്ട സാമാന്യ മര്യാദയൊന്നും പൂജക്ക് അറിയില്ലേ? ഇവിടെ ഞാൻ ആരുടെ ഏട്ടനല്ല. AV കോളേജ് MD ആണിപ്പോൾ. സോ കോൾ മീ സർ. ഡു യു അണ്ടർസ്റ്റാൻഡ്? യെസ് സർ. അവന് ഗൗരവത്തോടെയുള്ള ചോദ്യം കേട്ടത് പൂജ പേടിച്ച് മറുപടി നൽകി. ദേവനന്ദയെ പുറത്തെടുത്തി എന്തിനാ? കോളേജിൽ ഒരു പെൺകുട്ടിയോട് സാറെന്തിനാ ഇങ്ങനെ പറയിടാവുന്നേ? ഞാൻ ചോദിച്ചതിന് ഉത്തരം മാറി ചോദ്യം ചോദിക്കാനല്ല. ആൻസർ മീ. എന്തിന് ദേവനന്ദയെ പുറത്തെടുത്തി? അത് അവള് ലേറ്റായി വന്നിട്ടാ. അരമണിക്കൂർ അവൾ ലേറ്റായി. ഓക്കെ, സമ്മതിച്ചു. ദേവനന്ദ വരുന്നതിന് 5 മിനിറ്റ് മുന്നേ ലേറ്റ് ആവുന്ന കുട്ടിയെ മിസ് ക്ലാസ് കയറ്റിയല്ലോ, അതെന്തുകൊണ്ടാ? റിവോൾവിംഗ് ചെയറിലേക്ക് ചാരിയെന്ന് ആദ്യം ചോദിച്ചു. അത് ദേവനന്ദ ഇന്ന് ലേറ്റ് ആയിട്ടാ വരുന്നത്. കള്ളം പറയുമ്പോൾ കോളേജിലെ MDയോടാണ് പറയുന്നത് ഓർമ്മയണം. CCTV നോക്കി എനിക്ക് സത്യം മനസ്സിലാവും. ദേവനന്ദ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാറില്ല, അതുകൊണ്ടാണ് പുറത്തിരുത്തിയത്. പെട്ടെന്ന് പൂജ പറഞ്ഞു. അതിനൊരു പൊട്ടിച്ചിരിയായിരുന്നു ആദ്യയുടെ മറുപടി. കള്ളം പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലെങ്കിലും പറയണം, ഇല്ലെങ്കിൽ പറയാൻ നിൽക്കരുത്. +2 ഫുൾ A+ വാങ്ങിയ കുട്ടി. പൂജ മിസ് ഒഴികെ ബാക്കിയുള്ള എല്ലാവർക്കും അവളെ കുറിച്ച് നല്ല അഭിപ്രായം മാത്രം. പിന്നെ നിനക്ക് ദേവനന്ദയുള്ള വെറുപ്പിന്റെ പിന്നിലുള്ള കാരണം വേറെ ഒന്നാ. ആദിദേവിന്റെ പ്രണയിനിയാണ് ദേവനന്ദ അറിഞ്ഞുകൊണ്ടല്ലേ നിന്റെ ഈ പ്രഹസനമൊക്കെ? അവൻ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് അവിടെ മുമ്പേ വന്നിന്ന് ചോദിച്ചു. ആദ്യം അങ്ങനെ ചോദിച്ചു. പൂജ എന്തു പറയുന്നറിയാതെ പതറിപ്പോയി. ആദ്യം പെട്ടെന്ന് അവളുടെ കവിളിലേക്ക് ആഞ്ഞടിച്ചു. തറയിലേക്ക് വീഴാൻ പോയി അവളുടെ മുടിയിൽ പിടിമുറുക്കി അവൻ പിടിച്ചു. മര്യാദയ്ക്ക് എന്റെ പെണ്ണിനെ അകത്ത് കയറ്റിക്കോണം. ആദ്യ താക്കിയതോടെ പറഞ്ഞു. പൂജ പെട്ടെന്ന് തലയാട്ടി കാണിച്ചു. വേദന കൊണ്ട് അവളുടെ കവിൾ നീറിപ്പോയി. പെട്ടെന്ന് ആദ്യയുടെ ഫോൺ റിങ് ചെയ്തു. ആദ്യ ഫോണിൽ നോക്കി. ഹോസ്പിറ്റലിൽ നിന്ന് ഒരു അർജന്റ് കേസായിരുന്നു. അവൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് പുറത്തേക്ക് പോയി. പൂജ പകേരുന്ന കണ്ണുകളാൽ അവനെ നോക്കി. ഫോണിൽ വന്ന് നോട്ടിഫിക്കേഷൻ ട്യൂൺ കേട്ട് ആദ്യ ഫോണിലേക്ക് നോക്കി. CCTV ഫുട്ടേജ് ഷെയർ ചെയ്തിരിക്കുന്നു. അവൻ പെട്ടെന്ന് അത് ഓപ്പൺ ചെയ്തു. അതിൽ വിഷ്വൽസിലൂടെ കണ്ടുപിടിച്ചു. എല്ലാം കണ്ടു കഴിഞ്ഞ് അവൻ ഫോണിൽ അയാളെ വിളിച്ചു. നാളെ ഒരു മീറ്റിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ അറേഞ്ച് ചെയ്യണം. സ്റ്റാഫ്, സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ടായിരിക്കണം. ഇന്ന് സസ്പെൻഡ് ചെയ്ത കുട്ടികളും. ഓക്കെ സർ. ഫോൺ കട്ട് ചെയ്തു. ആദ്യം വേറെ നമ്മൾ ഡയൽ ചെയ്ത് ചെവിയിലേക്ക് വെച്ചു. കിഷോർ, ഫസ്റ്റ് ഇയർ MCOM സ്റ്റുഡൻറ്റ്, AV കോളേജ്. എവിടെയാണെങ്കിലും അവനെ പൊക്കിയിരിക്കണം. ഓക്കെ സർ. അതും പറഞ്ഞ് മറുവശത്തുള്ള ഫോൺ കട്ടാക്കി. ആദ്യം ഫോൺ കട്ട് ചെയ്ത് നന്ദ കിടക്കുന്ന റൂമിലേക്ക് പോയി. ആരോമലിന്റെ നോട്ടം അവളിലേക്ക് പാറി വീഴുന്നുണ്ടത് ആദ്യം മുഷ്ടി ചുരുട്ടിപ്പിടിച്ചു. ആദ്യം മാറിയെന്നൊരു നമ്പറിലേക്ക് വിളിച്ച് എന്തോ പറഞ്ഞു. കുറച്ചു നേരത്തിന് ശേഷം ആരോമലിന്റെ ഫോൺ റിങ് ചെയ്തു. അമൃത, കോളേജിൽ നിന്ന് വിളിച്ചത് എന്തോ സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ടെന്ന്. താനിവിടെ കാണില്ലേ? ഞാൻ പോയിട്ട് വരാം. ഞാൻ നിന്നോളാം സാർ. തന്റെ കൂട്ടുകാരികൾ നിൽക്കുമ്പോൾ എന്നെ വിളിക്കണം. ഞാൻ അന്നേരത്തെ ദേഷ്യത്തിൽ തള്ളിപ്പോയതാ. എങ്ങും നോക്കാതെ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടപ്പോ എന്തെങ്കിലും പറ്റിയെന്നെങ്കിലോ? അപ്പൊ ഒന്ന് ദേഷ്യത്തിന് പുറത്ത് അടിച്ചു പോയതാ. പുറത്തു നിന്നെല്ലാം കേട്ടുകൊണ്ടെന്ന് ആദ്യയുടെ നെഞ്ചിരിപ്പ് ഒരു നിമിഷം നിശ്ചലമായി. എന്റെ ദേവ! ആദ്യ കണ്ണുകൾ മുറുകെ അടിച്ച് ഭിത്തിയിലേക്ക് ചാരി നിന്നു. അവൾ ആകെ തളർന്നു പോയി. സാർ, അത്രക്കുള്ള സംഭവങ്ങളല്ലേ ഇന്ന് കോളേജിൽ നടന്നു. സാറെങ്കിലും വിശ്വസിക്കണം, എന്റെ നന്ദ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരിക്കലും ഞാൻ നന്ദയെ അവിശ്വസിച്ചിട്ടില്ല അമൃത. പെട്ടെന്ന് ആരോമലിന്റെ ഫോൺ റിങ് ചെയ്തു. ശരിയടോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ. കോളേജിൽ നിന്ന് ഞാൻ പോയിട്ട് വരാം. ദാ ഇത് വെച്ചോളൂ. അതും പറഞ്ഞ് ആരോമൽ പേഴ്സെടുത്ത് കുറച്ച് കാശ് അമ്മുവിന്റെ കയ്യിലായി ഏൽപ്പിച്ചു. ആരോമൽ പോയി കുറച്ചു നേരം കഴിഞ്ഞ് ഒരു നേഴ്സ് വന്നൊരു പേപ്പർ അമ്മുവിന്റെ കയ്യിലായി കൊടുത്തു. ഫാർമസിയിൽ പോയി മെഡിസിൻ വാങ്ങണം. അതും പറഞ്ഞ് നേഴ്സ് പുറത്തേക്ക് പോയി. അമ്മു മെഡിസിൻ വാങ്ങാനായി ഫാർമസിയിലേക്ക് പോയി. അമ്മു പോയതും ആദ്യം അകത്തേക്ക് കയറി ഡോർ ചാരി നന്നായി നന്ദി കിടക്കുന്ന ബെഡിലായി ഇരുന്നു. അടികൊണ്ട് ചുമന്ന് കിടക്കുന്ന പാടിലൂടെ അവൻ വിരലുകൾ ഓടിച്ചു. അവൻ കുനിഞ്ഞു വന്ന് ആ പാടിൽ അമർത്തി ചുമടിച്ചു. ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. നന്ദ എന്താ പറയുന്നതായി കേട്ടത് അവൻ ശരിയോടെ ചുമടോട് അടുപ്പിച്ചു. ഞാനൊന്നും ചെയ്തില്ല. മയക്കത് കിടന്നു നന്ദ പിറുവിക്കുന്ന കേട്ടത് ആദ്യം നന്ദയുടെ തലയിലായി തലോടി. ഇല്ല, എന്റെ കുഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ല. അവിടെ ചെവിയിലായി അവൻ മന്ത്രിച്ചു. ശേഷം അവിടെ അമർത്തി ചുംബിച്ചു. ആദ്യം അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കിടന്നു. അവിടെ നെറ്റിലായി നുകർന്ന് കണ്ണുകൾ അടച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്ന പറഞ്ഞ് ആ ഫോൺ എടുത്ത് നോക്കി. സർ, അമ്മ റൂമിലേക്ക് വരുന്നുണ്ട്. ആദ്യം ഫോൺ എടുത്തതിന് മറുവശത്തുള്ള പറഞ്ഞു.
ഓക്കെ. അവൻ നന്ദയെ പതിയെ കട്ടിലേക്ക് ചായച്ചു കിടത്തി കുനിഞ്ഞു വന്ന് അവളുടെ ചുണ്ടിലെ അമർത്തി ചുംബിച്ചു. എന്റെ മോട് നിരപരാധി ഞാൻ നാളെ തെളിയിച്ചിരിക്കും. അവൻ അവളുടെ ചെവിയിലായി മന്ത്രിച്ചു. നീട്ടിയിൽ അമർത്തി ചുംബിച്ച് അവളെ നോക്കി അവിടെ പോയി. നന്ദ മയക്കമിട്ട് എഴുന്നേറ്റ് താൻ എവിടെയാണ് കിടക്കുന്നവർക്ക് മനസ്സിലായില്ല. കയ്യിൽ ചെറിയ വേദന തോന്നി നോക്കിയപ്പോൾ ട്രിപ്പ് ഇട്ടേക്കെന്ന് കണ്ടു. അവളുടെ ഓർമ്മയിലേക്ക് ഇന്ന് കോളേജിൽ നിന്നുള്ള സംഭവങ്ങൾ കടന്നു വന്നു. അത് ഓർക്കും തോറും നന്ദ വിങ്ങിപ്പൊട്ടി. സൈഡിലായി ഒരു ചെയറിൽ ചാരിയിരുന്ന് ചെറുമയക്കത്തിലേക്ക് പോയ അമ്മു നന്ദയുടെ കരച്ചിൽ ശബ്ദം കേട്ട് ഉണർന്നു. എന്താ മോളെ, എന്തു പറ്റി? അമ്മു ആകുലതയോട് ചോദിച്ചു. അതിന് നന്ദ തലതാഴ്ത്തിയിരുന്നു. അപ്പോഴും അവിടെ കവിളിലൂടെ കണ്ണുനീർ ഒഴിച്ചിറങ്ങി. അച്ഛനെ ഞാൻ കാണുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആഹാരം കഴിക്കാതെ മോൾ നടക്കുന്നു, അച്ഛൻ കൂടി അറിയട്ടെ. അതും പറഞ്ഞ് അമ്മു ആഹാരം കയ്യിലായി എടുത്ത് നന്ദയുടെ നേർക്ക് നീട്ടി. എനിക്ക് വേണ്ട അമ്മു, വിശപ്പില്ല, ഇതൊരു വീക്ക് വെച്ചിട്ട് ഞാൻ കഴിക്കണേ. അമ്മോൾക്ക് വാരി നൽകിയത് നന്ദ അത് കഴിച്ചു. ആഹാരത്തിന് മുമ്പിൽ നിന്ന് ഇങ്ങനെ കരയാതെ നന്ദയുടെ കവിളിലെ കണ്ണുനീർ തുടച്ചു നീക്കി അമ്മു പറഞ്ഞു. എനിക്ക് വേണ്ടടി, മതി. അടുത്തുള്ള അമ്മു വായിലേക്ക് വെക്കാൻ പോയത് അവിടെ കൈമാറ്റി നന്ദ പറഞ്ഞു. നീ അതിനൊന്നും കഴിച്ചില്ലല്ലോ, മതിയായിട്ടാടി, വേണ്ട, വാ നമുക്ക് പോവാം. ട്രിപ്പ് തീരട്ടെ, കുറച്ചും കൂടി ഉണ്ട്. അതിന് നന്ദൊന്ന് മൂളി കുറച്ച് വെള്ളം കുടിച്ച് ബെഡിലേക്ക് കിടന്നു. ട്രിപ്പ് തീർന്നു അമ്മു പോയി നഴ്സിനെ കൂട്ടിക്കൊണ്ടു വന്നു. ഡോക്ടർ ഇപ്പോൾ വരും, ഡോക്ടറെ കണ്ടുകഴിഞ്ഞിട്ട് പോവാം. അതും പറഞ്ഞ് അവർ സൂചി ഊരി മാറ്റി. ഓക്കെ സിസ്റ്റർ പോയതും അമ്മുവിൻ്റെ ഫോണിലേക്ക് കോൾ വന്നു. അവൾ ഫോണെടുത്ത് പുറത്തേക്ക് പോയി. നന്ദ കണ്ണുകളടച്ച് കിടന്നു. അവളുടെ അടഞ്ഞ കൺപോളകൾക്കിടയിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങി. കോളേജിലെ സംഭവം ഓർക്കുന്തോറും അവൾ കണ്ണുകൾ മുറുകെ അടച്ചു. അപ്പോഴാണ് ആദ്യം അവിടേക്ക് വന്നത്. എന്തോ ദേവനുണ്ടോ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പെട്ടെന്ന് ഡോക്ടറെ ശബ്ദം കേട്ടത് അവൾ കണ്ണുനീർ തുടച്ചു നീക്കി അവർ നോക്കി ഇല്ലേന്ന് തലയാട്ടി. പ്രോബ്ലം ഒന്നുമില്ലാതെ ചുമ്മാ ആരെങ്കിലും അറിയോ? ഒന്ന് മൂളി അവിടെ കണ്ണുപിടിച്ച് നോക്കിയ ശേഷം പൾസ് റേറ്റ് നോക്കി. കൂടെ വന്ന നേഴ്സ് അവിടെ BP ചെക്ക് ചെയ്തു. ഞാൻ കുറച്ച് വിറ്റാമിൻ ടാബ്ലറ്റ്സ് എഴുതുന്നുണ്ട്, ദിവസം ഓരോന്ന് കഴിക്കണം. പേപ്പർ എടുത്ത് എഴുതുന്നതിനിടയിൽ ആദ്യം പറഞ്ഞു. BP നോർമൽ അല്ലേ? അതെ ഡോക്ടർ. ആദ്യം നേഴ്സിനോടായി ചോദിച്ചു. അവർ മറുപടി നൽകി. ഭക്ഷണമൊന്നും താൻ നല്ല രീതിയിൽ കഴിക്കില്ല അല്ലേ? ആദ്യം നന്ദയെ നോക്കി ചോദിച്ചു. കഴിക്കാറുണ്ട്, അത് കാണാനുണ്ട് ശരീരത്ത്. ആഹാരമൊക്കെ സമയാസമയത്ത് കഴിക്കണം. മൂളിയാ പോരാ, കഴിക്കണം, കേട്ടല്ലോ? കേട്ടു. അപ്പോഴേക്കും അമ്മയിലേക്ക് വന്നു. കൂട്ടുകാരി വന്നല്ലേ, അപ്പോൾ പറഞ്ഞ പോലെ എല്ലാം ചെയ്യണം. ആഹാരമൊക്കെ കഴിക്കാതിരുന്നാലേ ഇങ്ങനെ കിടന്നു പോകും. കഞ്ഞിവെള്ളം, നാരങ്ങ വെള്ളം അതിലൊക്കെ ഒപ്പിട്ട് കുടിക്കണം. നല്ല രീതിയിൽ ആഹാരം കഴിക്കണം കേട്ടോ. നന്ദ എല്ലാത്തിനും മൂളി. കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുത്ത് ആദ്യം ഇവിടുന്ന് പോയി. ഡോക്ടർ ആള് കൊള്ളാം അല്ലേ, മാസ്ക് ഇട്ടുകൊണ്ട് മുഖം കാണാൻ പറ്റിയില്ല, അമ്മു നിരാശയോടെ പറഞ്ഞു. അതിന് നന്ദയൊന്നും മൂളിയതല്ലാതെ മറുപടി പറഞ്ഞില്ല. എന്നെ ആരോമൽ സാറാണ് വിളിച്ചത്. നാളെ കോളേജിൽ നിന്ന് മീറ്റിംഗ് ഉണ്ടെന്ന്, എല്ലാവരും കമ്പൽസറി അറ്റൻഡ് ചെയ്യണം, നീയും വരണമെന്ന് പറഞ്ഞു. ഞാനിനി കോളേജിലേക്കില്ല. അപ്പം നിന്റെ പഠിപ്പൊക്കെ? എനിക്കറിയില്ല. നീ വരാതിരുന്ന എല്ലാവരും നിന്റെ ഭാഗത്താണ് തെറ്റെന്നുള്ള ചിന്തിക്കും. നമ്മളൊരു തെറ്റും ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവർ എന്തിനു പേടിക്കണം? നിന്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ നീ പഠിച്ചൊരു ജോലി വാങ്ങുന്നത്? എനിക്ക് കഴിയില്ല അമ്മ, എന്നെ എല്ലാവരും ചീത്ത കുട്ടിയായിട്ടല്ലേ കാണും. അതും പറഞ്ഞവൾ ഇങ്ങിപ്പൊട്ടി. അമ്മു നന്ദയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. വീട്ടിലിരുന്ന് അച്ഛൻ ചോദിക്കില്ലേടി, നീ അച്ഛനെ ടെൻഷൻ കൊടുക്കില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ നോക്കിക്കോളാം, നിനക്ക് ഞാനുണ്ടല്ലോ, നീ നാളെ വരണം. പുറത്തുനിന്നെല്ലാം കേട്ട ആദ്യം നന്ദയുടെ അവസ്ഥ കണ്ട് ദേഷ്യം കൊണ്ട് വരച്ചു. അവൻ്റെ ഫോൺ റിങ് ചെയ്ത് കേട്ട് ആദ്യം ഫോൺ എടുത്ത് നോക്കി. സർ, അവനെ കിട്ടി, നമ്മുടെ സ്ഥിരം പ്ലേസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഉടനെ വരാം. ശരി സർ. ആദ്യം അവിടെ നേരെ പോയതൊരു പഴയ കെട്ടിടത്തിലേക്കായിരുന്നു. ഒരു റൂമിൻ്റെ ഡോർ തുറന്നു. ചെയറിൽ കെട്ടിയിട്ടേക്കുന്ന കിഷോർ കണ്ണുകൾ തുറന്നു. ആരാടാ നീ? അഴിച്ചുവിടാൻ മാറി. മുഖം മറച്ചു വന്ന ആദ്യം നോക്കി കിഷോർ അലറി. വിടാ മോനെ, ഒന്നടങ്ങ്. അത് പറഞ്ഞ് ആദ്യം അവന് ചുറ്റും നടന്നു. അപ്പൊ മോനെ കിഷോറെ, ഇന്ന് കോളേജിൽ നടന്ന സംഭവത്തിന്റെ തിരക്കഥാകൃത്ത് ആരാണ്? കിഷോറിന്റെ തോളിലായി പിടിമുറുക്കി ആദ്യം ചോദിച്ചു. താൻ എന്തൊക്കെയായി ചോദിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലായില്ല അല്ലേടാ? പെട്ടെന്ന് ആദ്യം മുന്നിലേക്കായി വന്നു ഊക്കോട് അവനെ നെഞ്ചിലായി ചവിട്ടി. കിഷോർ കസേരയടക്കം തറയിലേക്ക് തെറിച്ചു വീണു. മര്യാദക്ക് സത്യം പറയുന്നത് നിനക്ക് നല്ലത്. ആര് പറഞ്ഞിട്ടാ നീ ഇന്ന് കോളേജിൽ അങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത്? ആരും പറഞ്ഞില്ല. അപ്പൊ സത്യം പറയാൻ ഉദ്ദേശമില്ലല്ലേ? ഓക്കെ, 1 മിനിറ്റ്. ആദ്യം ഫോൺ എടുത്തൊരു വീഡിയോ ഓപ്പൺ ചെയ്ത് അവൻ്റെ നേരെയാക്കി. ആരുണിന്റെ കയ്യിലേക്ക് ഒരാൾ വാൾ വീശുന്നതായിരുന്നു ആ വീഡിയോ. അത് കണ്ടതും കിഷോർ ഭയം കൊണ്ട് വിറച്ചു. ആദ്യം അവൻ ഞെട്ടിലൂടെ നോക്കി. എല്ലാം കണ്ടല്ലോ, ആളെ മനസ്സിലായി കാണുമല്ലോ. നിന്റെ കൂട്ടുകാരൻ അരുണാണ്. അവൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാമല്ലോ. എൻ്റെ ദേവയുടെ കയ്യിൽ പിടിച്ചതിനാ അവൻ ഈ അവസ്ഥയിൽ കിടക്കുന്നത്. അപ്പൊ ഇന്ന് കോളേജിൽ വെച്ച് അവളെ അപമാനിക്കാൻ ശ്രമിച്ച നിന്നെ ഞാൻ വെറുതെ വിടുന്ന നീ കരുതുന്നുണ്ടോ? എന്നൊന്നും ചെയ്യരുത്
പൂജ വേണം പറഞ്ഞിട്ടാ ഞാൻ അങ്ങനെ ചെയ്ത്. അവൾ എന്തു പറഞ്ഞു? കിഷോറിന്റെ ഓർമ്മകൾ കുറച്ച് മണിക്കൂർ പിന്നിലേക്ക് പോയി. കോളേജിനോട് ചേർന്നുള്ള ഇടിഞ്ഞു പൊളിയാറായ കെട്ടിടത്തിൽ നിന്ന് മയക്കുമരുന്ന് കയ്യിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന സമയത്താണ് പൂജയുടെ വരവ്. കിഷോർ കണ്ണടച്ചൊരു ചേരിൽ ചാരിയുന്ന കിഷോർ പൂജയുടെ വിളിയേട്ട് കണ്ണുറന്നു. ആ പൂജ മേഡോ, എന്താ മേഡം ഇതുവഴി? എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. എന്തെയോ? എന്ത് ഹെൽപ്പാ മേഡം? ദേവനന്ദയെ നിനക്ക് അറിയില്ലേ? ആ അവളറിയാത്തതായിട്ട് ആരാ ഈ കോളേജിലുള്ളത്? അത്രയ്ക്ക് നല്ല ചരക്കല്ലേ? കീഴ്ച്ചുകൊണ്ട് കടിച്ചിട്ടോ പറഞ്ഞു. അവളൊന്ന് ഒതുക്കണം, അതിന് നിന്റെ ഹെൽപ്പ് വേണം. അവൾ ലൈബ്രറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കണം. നീ അവിടെ കയറി കഥകൾ ലോക്ക് ചെയ്ത് കുറച്ച് നേരം ഇരിക്കണം. ഞാൻ വന്ന് ഡോർ തട്ടുമ്പോൾ തുറന്നാൽ മതി. അതെന്താ മേഡം അവളോട് ഇത്ര ദേഷ്യം? ജോലി ഇതിന് കൃത്യമായ കാശ്, കൂടുതൽ ചോദ്യമൊന്നും വേണ്ട. നിനക്ക് ചെയ്യാൻ കഴിയും. നാറ്റക്കേസാ. പ്രതിഫലമായിട്ട് 5 ലക്ഷം രൂപ തരാം. എങ്കിൽ ഓക്കെ മേഡം. എല്ലാം പറഞ്ഞു കഴിഞ്ഞ് അവൻ ആദ്യം അവനെ നോക്കി പുറത്തേക്ക് പോയി. ആദി എന്നതിൻ്റെ പ്ലാൻ? ഇവനെന്ത് ചെയ്യണം? പുറത്തിറങ്ങി ആദ്യോട് അവൻ്റെ ഫ്രണ്ട് സഞ്ജയ് ചോദിച്ചു. തൽക്കാലം അവനിവിടെ കിടക്കട്ടെ. നാളെ അവൻ കോളേജിലേക്ക് വരുമ്പോൾ സത്യങ്ങളും മണിമണിയെ പറഞ്ഞിരിക്കണം. അവൻ്റെ ദേഹത്ത് യാതൊരു മുറിവുകളും നാളെ രാവിലെ കാണരുത്. സത്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടേ ഉള്ളൂ അവൻ്റെ പണി. ഇനി എന്തിനാണ് വൈകിപ്പിക്കുന്നത്? നന്ദയുടെ വീട്ടിൽ പോയി ആലോചിച്ചു. ഉടനെ ആ കാര്യത്തിൽ ഞാൻ തീരുമാനം എടുക്കും.